ഇത് കാഫിർ സ്ക്രീൻഷോട്ട് പോലെ പോലും അല്ല, അതിനേക്കാളും കൃത്യതയുണ്ട് ഈ കാര്യങ്ങളിൽ. നിങ്ങൾ നോക്കൂ, ഈ ഒരു അനൗൺസ്മെന്റ് അത് റെക്കോർഡിക്കലി ഉള്ള അനൗൺസ്മെന്റാണ്. നമുക്ക് ആ വാഹനം കാണാൻ പറ്റും. ആ വാഹനം LDFന്റെ പ്രചരണ ജീപ്പാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ജീപ്പ് നമ്പർ ഉണ്ട്. അത് അവർ ആദ്യ സമയത്ത് അത് ഞങ്ങളുടെ വാഹനമല്ല എന്ന് നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പം അത് ഞങ്ങളുടെ സ്വന്തം വാഹനമാണ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അതിലുള്ള അനൗൺസ്മെന്റ് അത് റെക്കോർഡഡ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ആദ്യം ഒരു സ്ക്രിപ്റ്റ് എഴുതും, ആ സ്ക്രിപ്റ്റ് വീണ്ടും പരിശോധിക്കും. നമ്മളൊരു പ്രൂഫ് ചെക്ക് കഴിഞ്ഞതിന് ശേഷമാണല്ലോ പിന്നെ അത് റെക്കോർഡിങ്ങിന് കൊടുക്കുക. അത് റെക്കോർഡ് ചെയ്ത് പിന്നെ അത് പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീപ്പുകളിലേക്കോ അനൗൺസ്മെന്റ് വണ്ടികളിലേക്കോ കൊടുക്കും. അപ്പം ഇത്രയും സമയങ്ങളിലൊക്കെ ഇത് പരിശോധിച്ച് ഇടപെട്ടിട്ടൊക്കെയാണ് ഈ രൂപത്തിലുള്ള ഒരു കണ്ടന്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇന്റൻഷനലി ഉള്ള ഒരു കൃത്യമായിട്ട് ഒരു ഗൂഢലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിനെതിരെ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ആംഗിളിലാണ് CPM അവരുടെ ഈ രാഷ്ട്രീയ പ്രചരണം തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ അത് കാഫിർ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കൗമിലെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാസം ഒപ്പിച്ച് ഓരോരോ ഭാഗത്തു നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരിക. അപ്പം ഇത് അവരുടെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. അതിന് മറുപടി പറയേണ്ടത് LDF തന്നെയാണ്. കാരണം LDFന്റെ പ്രചരണ വാഹനത്തിലാണ് അത്തരത്തിലുള്ള റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുള്ളത്. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഈ നിമിഷം വരെ ഒരു FIR ഇടാൻ പോലും ഇവിടെയുള്ള പോലീസോ മറ്റുള്ള അധികാരികളോ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയ സങ്കടവും ഞങ്ങൾക്ക് വലിയ പ്രതിഷേധവുമുള്ള കാര്യമാണ്. നടുവണ്ണൂരിൽ ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ ഉടമസ്ഥയിലുള്ള സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങൾക്കറിയാം, പോലീസ് അന്വേഷിക്കട്ടെ. ഇന്നലെ പേരാമ്പ്ര ആവളയില് ഈ പ്രചരണ ജീപ്പിൽ നിന്നാണ് വളരെ മോശകരമായ രീതിയിൽ കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായ രീതിയിൽ പഴയ CH കണാരന്റെ വടകര തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ നമ്മുടെ കൗമിലുള്ളവന് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിക്കുന്ന രീതിയിൽ പ്രചരണം നടത്തിയത്. പ്രചരണത്തിന്റെ കാസറ്റ് റെക്കോർഡ് ചെയ്തത് നടുവണ്ണൂരിലെ നിസരി സ്റ്റുഡിയോ. ശബ്ദം രാമചന്ദ്രൻ മാസ്റ്ററുടേത്. പെർമിഷൻ എടുത്തത് CPIMന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ്. അതിനെ ന്യായീകരിക്കാൻ, അതിനെ തള്ളി പറയാൻ സജീഷ് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചേർന്ന് നിൽക്കാം. അതിനെ ന്യായീകരിക്കാനും സ്ലിപ്പ് ചെയ്തു പോകാനുമാണെങ്കിൽ നിങ്ങളിട്ട വർഗീയ വിഷ നടുവണ്ണൂരിലെ നിസിരി സ്റ്റുഡിയോയിൽ രാമചന്ദ്രന്റെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ടിന്റെ 2.0 എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു അനൗൺസ്മെന്റ്, ഇന്നിപ്പോ ആ അനൗൺസ്മെന്റിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് മതം പറഞ്ഞ് വോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നു LDF പരാതി കൊടുത്തിരിക്കുന്നു. എന്നാ പിന്നെ എന്താ തെളിവുകൾ അറിയില്ല. എന്താണെങ്കിലും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉപവരണാധികാരി ഏത് മറ്റേടത്തെ മോനാണെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ആ ഉപവരണാധികാരി ഫാത്തിമ ദഹ്ലിയക്ക് നോട്ടീസ് അയച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. അത് നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിലും നോട്ടീസ് അയച്ചു എന്ന് പറയുന്നുണ്ട്. ഏത് മറ്റിടത്തെ ഭരണാധികാരിയാണെങ്കിലും ശരി, യവനാണത് കൊടുത്തത്, നോട്ടീസ് അയച്ചത് എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന അനൗൺസ്മെന്റ് വാഹനം, അതിൻ്റെ വീഡിയോ, അതിലെ ശബ്ദം, ആ വാഹനത്തിന് പെർമിഷൻ എടുത്തവര്, ആ സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോ, ആ റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോയിൽ അത് റെക്കോർഡ് ചെയ്ത ആളുടെ ശബ്ദം, എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് ഇടപെട്ട് പുറത്ത് പറഞ്ഞിട്ടും ഒരു കേസ് എടുക്കാൻ ആർക്കും സാധിക്കുന്നില്ലെങ്കിൽ സഖാക്കളെ, അന്തം കമ്മി അടിമകളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. മെയ് 4 പേരാമ്പ്രയുടെ മണ്ണിലെ പറന്ന് ആ അന്തരീക്ഷത്തിൽ വാനിൽ പറന്ന് കളിക്കുന്നത് അത് ഹരിത പതാകയായിരിക്കും, ത്രിവർണ പതാകയായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. വടകരയിൽ നിങ്ങൾ പറ്റിയ കാഫിർ സ്ക്രീൻഷോട്ട്, അതിന് KK ശൈലജ എന്ന് പറയുന്ന ഫ്രോഡിനെ വടകരയിലെ ജനം അടിച്ച് മൂലക്കിരുത്തിയത് 1,14,506 വോട്ടിനാണെങ്കിൽ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ തെമ്മാടി നേതാവിനെ ഈ പേരാമ്പ്രയിൽ ജനം അടിച്ച് മൂലക്കിരുത്താൻ പോകുന്നതിൻ്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രം നിങ്ങൾ മെയ് 4 നോക്കിയാൽ മതി എന്നുള്ളതാണ്. അല്ലേ, ലീഗ് പേരാമ്പ്രയിൽ ഫാത്തിമ ദഹ്ലിയെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ
പല വിധത്തിലുള്ള കുരുപൊട്ടലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? TP രാമകൃഷ്ണനൊക്കെ എന്ത് TP രാമകൃഷ്ണൻ പേരാമ്പ്രക്കാർക്ക് ഇനി അവരുടെ ജനപ്രതിനിധി അത് ഫാത്തിമ തെഹ്ലിയയാണെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്ത് TP യാണോ? എന്ത് TP ഒക്കെ നിങ്ങളുടെ ഭൂലോക ഫ്രോഡ് KK ശൈലജയെ അടിച്ച് മൂലക്കിരുത്തിയ വടകര. അന്ന് ഷാഫി പറമ്പിലിന് പേരാമ്പ്രയിൽ കിട്ടിയ ഭൂരിപക്ഷം എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? ഈ 1,14,506 ഷാഫിക്ക് പേരാമ്പ്രയുടെ സംഭാവന എത്രയാണെന്നറിയോ? 19,000 വോട്ടാണ്. 19,000 വോട്ട്. മനസ്സിലായില്ലേ? 19,000 വോട്ട്. 19,000 പേരാമ്പ്രയുടെ സംഭാവനയായിരുന്നു. അത് ഈ 2026 തുടരും. അതിന് മുകളിലേക്ക് സഖാക്കൾ ഇപ്പോൾ വല്ലാത്തൊരു വെപ്രാളത്തിലും അതിലുപരി എന്ത് ചെയ്യണമെന്നറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുസ്ലിം ലീഗ് അവിടെ പേരാമ്പ്രയിൽ മുസ്ലിം ലീഗ് തീരുമാനിച്ചത് ഫാത്തിമ തെഹ്ലിയ പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ട് പിന്നാലെ തുടങ്ങി ഈ അന്തംഗമ്യ അടിമകളുടെ കുരുപൊട്ടൽ. ആദ്യഘട്ടങ്ങളിൽ ഫാത്തിമ തെഹ്ലിയ എന്ന് പറയുന്ന പെൺകരുത്തിന് നേരെ ലൈംഗിക അധിക്ഷേപങ്ങളായിരുന്നു പേരാമ്പ്രയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഫാത്തിമ തെഹ്ലിയ ആദ്യ ദിവസങ്ങളിൽ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് തുറന്ന് വായിക്കാൻ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന ആർക്കും സാധ്യമാകില്ലായിരുന്നു. ഒരു മകളുടെ അച്ഛന് സാധിക്കില്ലായിരുന്നു. ഒരു ഭാര്യയുടെ ഭർത്താവിന് സാധിക്കില്ലായിരുന്നു. അത്തരത്തിലായിരുന്നു ഫാത്തിമ തെഹ്ലിയയ്ക്ക് നേരെയുള്ള ആ ഒരു യുവതിക്ക് നേരെയുള്ള ലൈംഗികാധിക്ഷേപങ്ങൾ. എന്ന് പറഞ്ഞാൽ 10 വർഷം പിണറായി ഭരിച്ചു അല്ല, ഞാൻ ഭരിച്ചു എന്നല്ല പറയുന്നത്. പിണറായി നക്കി പിണറായി 10 കൊല്ലം ആവശ്യത്തിലേറെ ആർഭാടമായിട്ട് നക്കി. പിണറായി മാത്രമല്ല, പിണറായിയുടെ കുടുംബവും നക്കി പൊതുഖജനാവിൽ നിന്ന് നക്കി എന്നല്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ വിജയൻ പൊതുഖജനാവിൽ നിന്ന് നെയ്മീൻ നക്കി, നെയ്മീൻ ഫ്രൈ നക്കി, നെയ്മീൻ ബിരിയാണി നക്കി, നെയ്മീൻ ഒലത്തിയത് നക്കി, നെയ്മീൻ പൊള്ളിച്ചത് നക്കി എന്ന് പറയാൻ പറ്റുമോ? പിന്നെ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. 10 വർഷം ഇരുന്ന് നക്കുകയായിരുന്നു പിണറായി വിജയൻ. അവിടെയാണ് ഫാത്തിമ തെഹ്ലിയെ പോലെ ആർജവമുള്ള ഊർജ്ജസ്വലതയുള്ള കാര്യങ്ങൾ വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു യുവതലമുറയുടെ ഒരു പ്രതിനിധി പേരാമ്പ്രയുടെ സ്ഥാനാർത്ഥിയാകിയ ആ നിമിഷം മുതൽ ഈ തെമ്മാടി സഖാക്കൾക്ക് തുടങ്ങിയതാണ് കുരുപൊട്ടൽ അല്ലേ? അങ്ങനെ ആദ്യം ലൈംഗിക അധിക്ഷേപം, പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരിയാക്കാനുള്ള ശ്രമം, അത് കഴിഞ്ഞ് ഇപ്പം ഏറ്റവും ഒടുവിൽ വർഗീയമായി പേരാമ്പ്രയിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് അതിലൂടെ ചോര കുടിക്കാനുള്ള ഒരു ഏർപ്പാടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനം എല്ലാം കാണുന്നുണ്ട്. സഖാക്കളെ, നിങ്ങൾക്കൊരു കാര്യം തെറ്റി. എവിടെയാ തെറ്റിയതെന്നറിയോ? നിങ്ങളിപ്പോഴും ആ 19-ാം നൂറ്റാണ്ടിലെ ഐഡിയകളുമായിട്ട് ഇറങ്ങുമ്പോൾ ഇത് നൂറ്റാണ്ട് മാറി എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. ചിന്തിക്കണം എന്ന് പറയാനുള്ള കാരണം, ഇത് ഡിജിറ്റൽ യുഗമാണോ? ആ ഡിജിറ്റൽ യുഗത്തിൽ നിങ്ങളുടെ കള്ളങ്ങളെ, നിങ്ങളുടെ നുണകളെ, നിങ്ങളുടെ വ്യാജങ്ങളെ, നിങ്ങളുടെ തെമ്മാടിത്തരങ്ങളെ, നിങ്ങളുടെ തന്തയില്ലായ്മത്തരത്തെ പൊളിച്ചെടുക്കാൻ 1 സെക്കൻഡ് മതി എന്നാ. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ പടച്ചുവിടുന്ന നുണകളെ തുറന്നു കാണിക്കുന്നതും ജനം വിലയിരുത്തും. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. നിങ്ങൾ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണമായിരുന്നു, ഈ ഡിജിറ്റൽ യുഗത്തിൽ ആരുണ്ടാക്കി, ഏത് ഡിജിറ്റൽ ഡിവൈസ് വെച്ച് ഉപയോഗിച്ച് ഉണ്ടാക്കി, എവിടെ ഇരുന്ന് ഉണ്ടാക്കി, ഏതാണ് സ്പേസ്, ഏതാണ് പ്ലേസ്, ഏതാണ് സ്ഥലം എന്നൊക്കെയുള്ളത് വളരെ കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിവുള്ള മൂളയുള്ള അന്തംഗമ്മികൾക്ക് ഇല്ലാത്ത ഒന്ന്. അതുള്ള ആളുകൾ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പഴയ CH കണാരൻ്റെ ഐഡിയ, അല്ലെങ്കിൽ ശങ്കരാടി പണ്ട് പറഞ്ഞു തന്ന ആ ഐഡിയയുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിനൊക്കെ മറികടക്കാനുള്ള മറുപണി
ഇപ്പുറത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടില് ഇപ്പൊ പല കേസുകളിലെയും തെളിവുകൾ എന്താ, ഡിജിറ്റൽ തെളിവുകളാണ് അല്ലേ? ഈ ഡിജിറ്റൽ തെളിവുകൾ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഡിജിറ്റൽ തെളിവുകളിൽ ഡിജിറ്റലി ഉണ്ടാക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് അല്ലേ, അത് ഡിജിറ്റൽ ആണല്ലോ. ആ ഡിജിറ്റലി ഉണ്ടാക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇന്ന് ആ കേസ് അവസാനിപ്പിക്കുമ്പോൾ ആരോടാ നിങ്ങളിത് പറയുന്നത്? കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടോ ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന്? അന്വേഷണം വഴിമുട്ടി എന്ന് ആരോടാ പറയുന്നത്? കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടോ അല്ലേ? അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്തംകമ്മിയ അടിമകൾക്ക് തീട്ടം നക്കിയിട്ട് ബുദ്ധി റിവേഴ്സ് ഗിയറിലായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി കേരളത്തിൻ്റെ പൊതുസമൂഹമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? നിങ്ങൾ ഫോണ് പരിശോധിക്കാൻ കൊടുത്തിട്ട് ഫോണിൻ്റെ പരിശോധന റിപ്പോർട്ട് ഇതുവരെ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണിൻ്റെ പരിശോധന റിപ്പോർട്ട് വേണമെങ്കിൽ ആ ഫോൺ ഇങ്ങോട്ട് താ. വിത്തിൻ സെക്കൻഡ് അതിൻ്റെ പരിശോധന റിപ്പോർട്ട് നിങ്ങളുടെ കൈകളിൽ തരാം, ആധികാരികമായിട്ട് തരാം, ആധികാരികമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് തരാം. അതിന് കേൾപ്പുള്ള മക്കൾ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ നുണ പറയുന്നത് ആരോടാണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ ചിന്തിക്കണം. കേരളം നിങ്ങൾ തീട്ടം നക്കിയിട്ട് നിങ്ങളുടെ ബുദ്ധി റിവേഴ്സ് ഗിയറിലേക്ക് പോയതുപോലെ കേരളം റിവേഴ്സ് ഗിയറിലല്ല പോകുന്നത്. കേരളം, ഈ സമൂഹം കഴിക്കുന്നത് അരിയാഹാരമാണ്. അവർക്ക് വേണ്ട ബുദ്ധി, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം, അവർക്ക് വേണ്ട വിവരം അത് ഇവിടെ കിട്ടില്ല എന്നറിഞ്ഞതുകൊണ്ട് പുറത്തു പോയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? പുറം രാജ്യങ്ങളിൽ പോയിട്ട് ഉണ്ടാക്കുന്നുണ്ടോ? അത് ഇവിടെ കിട്ടാത്തത് കൊണ്ടാ. അപ്പോൾ അതിൻ്റെ ബുദ്ധിയുള്ള ആളുകള് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ വർഗീയ ധ്രുവീകരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാർ കേന്ദ്രങ്ങളാണോ? അതിനെ പ്രചരിപ്പിച്ചത് സംഘപരിവാർ കേന്ദ്രങ്ങളാണോ? അല്ല. ഇപ്പോ ഫാത്തിമ ദഹ്ലിയക്കെതിരെ ഈ വർഗീയപരമായ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നത് അത് സംഘപരിവാറാണോ? അല്ലല്ലോ. കേരളത്തിൽ സംഘപരിവാർ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങള് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ആരാ? സഖാക്കളാണ്. നല്ല ഒന്നാം തരം വർഗീയ തെമ്മാടികള്. ആ തെമ്മാടികളുടെ എന്താ കാര്യം? എന്ത് ചെയ്യാനാന്ന്? 10 വർഷം ഭരിച്ചിട്ട് കയ്യിൽ മറ്റൊരു ആയുധമില്ല, ജനങ്ങളോട് പറയാൻ ഒന്നുമില്ല. പിണറായി വിജയൻ നക്കിയതിൻ്റെ കാര്യം പറയാൻ പറ്റുമോ? അപ്പൊ ജനം ചോദിക്കൂലേ, ഞങ്ങളുടെ നികുതി പണം ഇത്ര ദിവസം നക്കി മുടിച്ചിരിക്കുകയായിരുന്നോ വിജയ എന്ന്? വേറെ എന്താ ചെയ്തിട്ടുള്ളത്? നക്കല് മാത്രം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നക്കല് നക്കിക്കൊണ്ടിരിക്കുക. നക്കി മുടിച്ചു കേരളത്തിന്റെ പൊതുഖജനാവ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് വന്നിട്ട് ആ തെരഞ്ഞെടുപ്പില് പൊതുജനത്തോട് പറയാൻ ഒന്നും തന്നെ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണങ്ങളുമായിട്ട് സഖാക്കൾ ഇറങ്ങി പുറപ്പെടുന്നത്. സഖാക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. ഇതിൻ്റെ പിന്നില് പരാതിയുമായിട്ടോ കേസുമായിട്ടോ ഒന്നും ഞങ്ങൾ അധികം നടക്കാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറയുന്നത് ഏപ്രിൽ 9 ഫോക്കസാ. അത് കഴിഞ്ഞിട്ട് കേസുമായിട്ട് പോകാം. മനസ്സിലായില്ലേ? അതുവരെ കേസിന്റെ പിന്നാലെ പോയി സമയം കളയാനില്ല. TP രാമകൃഷ്ണൻ കേരളത്തിന്റെ നിയമസഭ ഇപ്രാവശ്യം കാണില്ല. TP രാമകൃഷ്ണൻ കാണില്ല കേരളത്തിന്റെ നിയമസഭ. TP രാമകൃഷ്ണന് ആ കാര്യം നല്ല ബോധ്യമുണ്ട്. TP രാമകൃഷ്ണന്റെ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ TP രാമകൃഷ്ണന്റെ ആ മോന്തയുണ്ടല്ലോ, ആ തിരുമോന്ത കണ്ടാൽ അറിയാം TP രാമകൃഷ്ണന്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന്. അതൊരു ഭയമാണ്, അതൊരു വെപ്രാളമാണ്, അതൊരു ആശങ്കയാണ്. എന്താ കാര്യം? LDFന്റെ കൺവീനറാ. ഇവരുടെ മുന്തിയ തീട്ടം നക്കിയ അടിമയാണ്. ആ തീട്ടം നക്കിയ അടിമേന്റെ ഉള്ളിൽ ഭയമാ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഫാത്തിമ തെഹ്ലിയെ നേരിടാൻ നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ലാതെ വരുമ്പോ വ്യാജ പ്രചരണങ്ങളും നുണപ്രചരണങ്ങളുമായി ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്, വെറും തെറ്റിദ്ധാരണ. അടിമകൾ മനസ്സിലാക്കേണ്ടത്, വിജയൻ 10 വർഷം ക്ലിഫ് ഹൗസിൽ ഇരുന്ന് നക്കി, നിങ്ങൾ ആ നക്കിയതിൻ്റെ തീട്ടം നിങ്ങളും നക്കി എന്നല്ലാതെ ഈ 10 വർഷം കൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന്. വിജയനുണ്ടാക്കി.
വിജയന്റെ മക്കൾക്കുണ്ടാക്കി, പിന്നെ ഈ വിജയന്റെ മുന്തിയ തീട്ടനക്കിയ അടിമകളും ഉണ്ടാക്കി. ശരി തന്നെ, അല്ലാതെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരം നുണപ്രചരണങ്ങളുമായി ഇറങ്ങിത്തിരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഫാത്തിമ ദഹ്ലിയക്ക് നോട്ടീസ് അയച്ചു എന്നാ പറയണേ. ഏത് ഉണ്ണാക്കനാ അയച്ചതെന്ന് എനിക്കറിയില്ല. അവൻ്റെ ഒരു കോമൺ സെൻസ് എന്താണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? ഇത്രക്ക് പച്ചക്ക് ഡിജിറ്റൽ തെളിവുകൾ മുന്നിൽ നിൽക്കുമ്പോൾ ഫാത്തിമ ദഹ്ലിയക്ക് നോട്ടീസ് അയച്ചതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നും മനസ്സിലാവുന്നില്ല. നോട്ടീസൊക്കെ അയച്ചോ, അതൊന്നും കുഴപ്പമില്ല. നോട്ടീസിനൊക്കെ മറുപടി പറയാനുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? പക്ഷേ ജനം ഏപ്രിൽ 9 ഒരു മറുപടി പറയാനുണ്ട്. ആ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ TP രാമകൃഷ്ണൻ്റെ ഒക്കെ മോന്ത ഒന്നുകൂടി വിവരണമാകും. മെയ് 4 കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് കടന്നു പോകുന്നവരുടെ പട്ടിക പുറത്തേക്ക് വരുമ്പോൾ അതിൽ TP രാമകൃഷ്ണൻ ഉണ്ടാവില്ല. ഇത് പേരാമ്പ്രക്കാർ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്.